ഹലോ ഗായ്സ്, അല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. ചിക്കൻ വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് 2 വിസിൽ കേൾക്കണം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി അടുപ്പിലൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ ചിക്കൻ കറിയിൽ ചെറിയുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ടാണ് ചെറിയുള്ളി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗായ്സ്, കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലേ? എന്താ രസം കേൾക്കാൻ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 4 പച്ചമുളക് നടുവിന് കീറിയത് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കരിവേപ്പില കഴുകി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. അത് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വേവിക്കാൻ വെച്ച് ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിരിക്കുകയാണ്. ഇതിനെ ഇനി വഴറ്റിയെടുത്തതിലേക്ക് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതും ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വയ്ക്കാം. അത് അവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം തൊട്ടടുത്ത അടുപ്പിൽ ഒരു ചീനച്ചട്ടി വയ്ക്കുക. ഇത് നമ്മുടെ കറിക്ക് ആവശ്യമായ മസാല കൂട്ടുകൾ ഒന്ന് വറുത്തെടുക്കാനാണ്. അതിനായി ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടായപ്പോൾ മുളക് പൊടി ഇട്ടു. പിന്നെ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി, പിന്നെ കറി മസാല ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അതിനെ ചിക്കനിലേക്ക് എടുത്ത് തട്ടി കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടുക.
പാകത്തിന് ഉപ്പും കൂടെ ഇടുക. അവസാനമായി 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.